ആരോഗ്യമന്ത്രി വീണ ജോർജിനെ KSU പ്രവർത്തകർ ആക്രമിക്കുന്ന ദൃശ്യങ്ങളെന്ന തരത്തിൽ CPM പ്രചരിപ്പിച്ച വീഡിയോയിൽ പ്രതികരണവുമായി KSU. മന്ത്രിയുടെ കഴുത്തിൽ കരിങ്കൊടി തട്ടുന്നതിന്റെ തരത്തിലാണ് CPM ഹാൻഡിലുകൾ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചിരുന്നത്. എന്നാൽ മന്ത്രിയുടെ കഴുത്തിന് സമീപം എത്തിയത് കരിങ്കൊടിയല്ലെന്നും മന്ത്രിയുടെ തന്നെ ഗൺമാന്റെ കറുത്ത വസ്ത്രമാണെന്നുമാണ് KSU വിശദീകരിക്കുന്നത്. ഇതിന്റെ ദൃശ്യവും അവർ പുറത്തുവിട്ടിട്ടുണ്ട്. പ്രതിഷേധക്കാർ മന്ത്രിയെ മർദ്ദിച്ചുവെന്ന് സ്ഥാപിക്കുവാൻ ഇടതുപക്ഷ സൈബർ ഗ്രൂപ്പുകൾ പ്രചരിപ്പിച്ച വീഡിയോയിലെ കറുത്ത വസ്ത്രം ധരിച്ച കൈ തങ്ങളുടെ പ്രവർത്തകന്റേതല്ലെന്ന് KSU വാദിക്കുന്നു. പ്രതിഷേധത്തെ തുടർന്ന് മന്ത്രിയെ സംരക്ഷിക്കുവാൻ ഒപ്പമുണ്ടായിരുന്ന ഗൺമാന്റെ വസ്ത്രമാണ് ദൃശ്യങ്ങളിൽ കാണുന്നതെന്നാണ് വാദം. എഡിറ്റ് ചെയ്ത ദൃശ്യങ്ങൾ ഉപയോഗിച്ച് CPM തെറ്റായ പ്രചാരണം നടത്തുകയാണെന്നും ആരോപിച്ചിട്ടുണ്ട്. മന്ത്രിയെ സംരക്ഷിക്കുവാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഗൺമാന്റെ കൈ കഴുത്തിന് സമീപം വന്നതെന്നും ഈ ദൃശ്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് KSU വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ദിവസം കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ KSU പ്രവർത്തകരുടെ കരിങ്കൊടി പ്രതിഷേധത്തിനിടെയായിരുന്നു സംഭവം. പരിക്കേറ്റ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ ആദ്യം കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിലും പിന്നീട് വിദഗ്ധ പരിശോധനയ്ക്കായി പരിയാരം മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. ഇവിടെ ICUവിലാണ് മന്ത്രി ഇപ്പോഴുള്ളത്. സംഭവത്തിൽ KSU ജില്ലാ പ്രസിഡന്റ് MC അതുൽ ഉൾപ്പെടെ 5 പേരെ അറസ്റ്റ് ചെയ്തു. വധശ്രമത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതേസമയം മന്ത്രിയുടെ പരിക്ക് ഗുരുതരമെന്ന് മെഡിക്കൽ ബോർഡ് വിലയിരുത്തി. മന്ത്രിയുടെ കഴുത്തിന് ക്ഷതമുണ്ടെന്നും കനത്ത വേദനയുണ്ടെന്നുമാണ് വിവരം. നിലവിൽ ഡിസ്ചാർജ് ചെയ്യുവാൻ കഴിയുന്ന സ്ഥിതിയല്ലെന്നും മെഡിക്കൽ ബോർഡ് അധികൃതർ അറിയിച്ചു. 11 അംഗങ്ങൾ അടങ്ങിയ ടീമാണ് മെഡിക്കൽ ബോർഡിലുള്ളത്. ന്യൂറോളജി, ന്യൂറോ സർജറി, കാർഡിയോളജി, മെഡിസിൻ, ENT വിഭാഗം മേധാവിമാരും മെഡിക്കൽ ബോർഡിലുണ്ട്. സൂപ്രണ്ട്, ഡെപ്യൂട്ടി സൂപ്രണ്ട്, RMO എന്നിവരുമടങ്ങിയ മെഡിക്കൽ ടീമാണ് യോഗം ചേർന്നത്.